Ladies and gentlemen, this is Adarsh and welcome to my Kanedi. തായ് കിഴവി. സോ തമിഴിൽ നിന്ന് ഒരു കിഡു ഫീൽ ഗുഡ് പടം. കിഡു ഫീൽ ഗുഡ് പടം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് എനിക്ക് തോന്നിയ സിനിമയാണ് തായ് കിഴവി. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. തമിഴ് അറിയാത്തവർക്ക് മലയാളം കണ്ടു നോക്കുക. പക്ഷെ മാക്സിമം ഒറിജിനൽ വേർഷൻ തന്നെ കാണാൻ നോക്കുക. കാരണം അത്രയും അടിപൊളി പടം. ആ ഒറിജിനാലിറ്റി മിസ്സാക്കാതിരിക്കുക. ഒരു പടം നന്നാവാൻ വൺ സ്റ്റാർ കാസ്റ്റ് വേണ്ട, വൺ ബഡ്ജറ്റ് വേണ്ട. അതിന്റെ ഏറ്റവും പുതിയ എക്സാമ്പിൾ ആണ് തായ് കിഴവി, നമ്മുടെ രാധിക ശരത് കുമാറിന്റെ പടം. കിടുക്കിഴവി ഭയങ്കര ഇഷ്ടമായി, കുറെ ചിരിച്ചു, അട്ടഹസിച്ച് ചിരിച്ചു. ചില സീൻസിലൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു. അങ്ങനത്തെ നല്ലൊരു പടം. മാക്സിമം ഈ സിനിമ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ നോക്കുക. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിലൊക്കെ സെർട്ടൈൻ സീൻസ് ഉണ്ട്, ഭയങ്കര ടച്ച് ചെയ്തു. ഫാമിലിക്ക് മനസ്സിലാവും. ഐ തിങ്ക് ദിസ് മൂവീസ് ഫോർ ഫാമിലി ഓഡിയൻസ്. അത്രയും നല്ലൊരു സിനിമയാണ്. രാധിക ശരത് കുമാർ ഇത്രയും നന്നായി അഭിനയിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. എവിടെയും നമുക്ക് രാധിക ശരത് കുമാറിനെ കാണാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടറായിട്ട് ആള് ജീവിക്കുകയായിരുന്നു. ആദ്യത്തെ ഒരു കുറച്ചു നേരമേ ഉള്ളൂ, ഒരു അരമണിക്കൂർ മാക്സിമം ഉണ്ടാവും ആളുടെ ക്യാരക്ടർ. പക്ഷെ ഈ കഥ ഫുൾ ചുറ്റിപ്പറ്റി പോണത് ആളെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആളെ മിസ് ചെയ്യില്ല. അടിപൊളിയായിരുന്നു കേട്ടോ, ഒറ്റാതി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഈ സിനിമയിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവ്രി വൺ കിടുവായിരുന്നു, അടിപൊളിയായിരുന്നു. ഭയങ്കര മറ്റേ ചെറിയ ചെറിയ റോൾസ് ചെയ്യുന്ന ആക്ടേഴ്സ് ആണ്, പക്ഷെ അവരൊക്കെ കിടു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്റെ കാര്യം പറയണേ. ആൻഡ് ഇതില് ചില സീൻസ് അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുശീത്തെ മറ്റേ ഒരു സീൻ ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇന്റർവെല്ലിൽ ഒരു സീൻ ഉണ്ട് മോനെ, വിശ്വരൂപത്തിന്റെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട്. അതൊക്കെ പെട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നന്നായി എൻജോയ് ചെയ്ത് കണ്ട പടം. രാധിക ശരത് കുമാർ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മുനീഷ് കാന്തിന്റെ പെർഫോമൻസ് ആണ്. നല്ല രസമായിരുന്നു. അതായത് നമുക്ക് ശരിക്കും ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന ഒരു സംഭവം പോലെ ഭയങ്കര രസമായിട്ട് തോന്നും. കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻസ് ഒക്കെ ആയിട്ട് തോന്നും. രാധിക ശരത് കുമാറിന്റെ മറ്റേ ഇൻട്രോ ആ ഒരു സീൻ തൊട്ടിട്ട് തന്നെ അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. അജാതി ക്യാരക്ടർ, പരട്ടത്തള്ള, അജാതി പെർഫോമൻസ് ആയിരുന്നു. ഗ്രാനി പറഞ്ഞിട്ട് ഒരു ഹൊറർ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പരട്ടത്തള്ളയാണ് എന്ന്. ഇങ്ങനെ വേണം പെർഫോം ചെയ്യാൻ. അതായത് തായ് കിഴവിയിലെ രാധിക ശരത് കുമാറിന്റെ ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടർ ആയിരുന്നു. എന്നാൽ കൊടൂരിത്തരം ഉണ്ട്, അതും ഉണ്ട്. മറ്റേതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പരട്ടക്കളവി ഒരു ലോഡ് മേക്കപ്പ് ഇട്ടിട്ട് മൈദയും പൊത്തി വെച്ചിട്ട് ഇന്ത്യൻ തൂത്ത താത്തയെ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് പരട്ടത്തള്ള. അതല്ല, ഇത് കിടുവായിരുന്നു. ആൻഡ് ഇതിലെ ആളുടെ മകളായിട്ട് ഒരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. ഷി വാസ് ഓൾസോ നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലത്തെ എല്ലാവരുടെ പെർഫോമൻസും. ഇതിലത്തെ മ്യൂസിക് വർക്ക് നൈസ് ആയിരുന്നു, വിഷ്വൽസ് നൈസ് ആയിരുന്നു. എനിക്ക് ഒരു നെഗറ്റീവും ഈ സിനിമ കണ്ടപ്പോ തോന്നിയില്ല. അതായത് നമ്മുടെ രാധിക ശരത് കുമാരൻ ഈ വട്ടിക്ക് പൈസ കൊടുക്കും, പൈസ കൊടുത്ത് തിരിച്ചു കൊടുത്തില്ല, ഇൻട്രസ്റ്റ് കൊടുത്തില്ല വെച്ചാൽ അട്ടിച്ച് തൂറ്റിച്ച് മേടിപ്പിക്കും. അജാതി ക്യാരക്ടറാണ്. പെട്ടെന്ന് ഒരു ദിവസം ആൾക്ക് വയ്യാതാവണം, പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ്. ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. സോ കാണാത്തവരുണ്ടെങ്കിൽ ഈ മറ്റേ ഫാമിലിയൊക്കെ വിളിച്ചിരുത്തി കാണിച്ചു കൊടുക്കുക, അവര് എൻജോയ് ചെയ്യും. സോ ഞാൻ ബേസിക്കലി ഫാമിലി ആയിട്ട് കണ്ട പടമാണ്. എല്ലാവരും വളരെ നന്നായി എൻജോയ് ചെയ്ത സിനിമയാണ് തായ് കിഴവി. മാക്സിമം ഞാൻ പറയുന്നത് തമിഴിൽ തന്നെ കാണാം. കാരണം രാധിക ശരത് കുമാറിന് ആ വോയിസിൽ അവരുടെ ചില പരിപാടിയൊക്കെ ഉണ്ട്. അത് തമിഴിലെ നമുക്ക് കിട്ടുള്ളൂ. മലയാളത്തില് വേറെ ആരോ ഡബ് ചെയ്ത് ഷോക്കാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ടു മീ തായ് കിഴവി ഈസ് എ വെരി നൈസ് ഫിലിം. ടുവേർഡ്സ് എൻഡ് കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതേപോലെ തന്നെ ചില സമയത്ത് കണ്ണ് നിറയിപ്പിക്കുകയും ചെയ്യുന്ന നല്ലൊരു പടം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ നല്ലൊരു സിനിമ. ദിസ് മൂവി ഈസ് ആക്ച്വലി പ്രസന്റഡ് ബൈ ശിവകാർത്തികേയൻ. ആദ്യം തന്നെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സൂര്യയുടെ ഒരു പടം ഉണ്ടായിരുന്നു, കൊട്ടുക്കാളി അങ്ങനെ പേര് തോന്നുന്നു. അതും ശിവകാർത്തികേയൻ പ്രസന്റ് ചെയ്ത പടമാണ്. അത് എനിക്ക് ഒരു വസ്തു മനസ്സിലായിട്ടില്ല. മറ്റേ ടൈപ്പ് ആൾക്കാർക്കേ പോയിട്ടുള്ളൂ. സിനിമ ഇസ് എൻ ആർട്ട് എന്നൊക്കെ പറയുന്നവർക്ക്. അപ്പൊ ഒരു പ്രതീക്ഷ ഇല്ലാതെ കണ്ടാണ്. ഐ റിയലി എൻജോയ് ദിസ് ഫിലിം. സോ വേണ്ടവർ കണ്ടു നോക്കുക. ദിസ് മൂവീസ് അവൈലബിൾ ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.